ഹമാസിന് യുദ്ധം മതിയായി. ഇനി ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്. 2 ദിവസം മുമ്പത്തെ വാർത്തയാണ്. കേരളത്തിലെ പത്രങ്ങൾ ഈ വാർത്ത കൊടുത്തില്ല. കാരണം ഹമാസ് ആയിട്ടുള്ള ഇസ്രയേലിൻ്റെ പോരാട്ടം തുടങ്ങിയിട്ട് 1000 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മനോരമ 2 ആഴ്ച മുമ്പ് ഒരു ഇൻഫോഗ്രാഫിക്സ് ഒക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മരിച്ചവരുടെ എണ്ണം. പക്ഷേ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ ഹമാസ് പറയുന്നു ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്, എങ്ങനെയെങ്കിലും IDF-നെ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ഒന്ന് പിൻവലിക്കാമോ എന്ന് ചോദിച്ച് നിലവിളിച്ചുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം വലിയ കഷ്ടമാണ്, സങ്കടമാണ്. ഇവിടെ ഒരുപാട് പേര് പൊട്ടിക്കരയും. ഹമാസിനെ കീഴടക്കാൻ പറ്റില്ല, ഹമാസ് വലിയ സംഭവമാണ്, ഇസ്രായേലിന് കരയുദ്ധം തുടങ്ങിയ ഇസ്രായേൽ വിവരം അറിയും, ഇസ്രായേലിനെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അടുപ്പുകൂട്ടി ചർച്ചയൊക്കെ നടത്തിയ ആളുകൾ എങ്ങനെ സഹിക്കും? അപ്പോൾ അടുപ്പുകൂട്ടി ചർച്ച ഞാൻ നോക്കി. ഹമാസ് കീഴടങ്ങുന്നു, ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്നുള്ള വാർത്ത അവർ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. കാരണം ചങ്ക് പൊട്ടി ഒരുപാട് പേര് മരിക്കും. പക്ഷേ ഇസ്രായേൽ പറഞ്ഞു ആ കീഴടങ്ങിക്കോ, കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ആയുധവും ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടണം, ഗാസയിൽ നിന്ന് മാറ്റണം, എന്നിട്ട് നീ എല്ലാം ഇവിടുന്ന് പോകണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്തലിനും തയ്യാറാവോ, IDF-നെ പിൻവലിക്കത്തുള്ളൂ. ഇന്നലെയും ബോംബിട്ട് 4 എണ്ണം ചത്തിട്ടുണ്ട്. അപ്പോൾ ഹമാസ് മടുത്തോ? ഇല്ല, മടുത്തു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഹമാസിന് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റൂല. ഇറാന്റെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ പൈസയും ആയുധവും എല്ലാം കിട്ടുന്നുണ്ട്. ഇറാൻ ക്ഷീണിച്ചു എന്ന് ഇറാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇറാൻ ഇപ്പോഴും ഭയങ്കര പവർഫുൾ അല്ലേ. ഇറാൻ പറയണ ഞങ്ങളെ വിഷമിപ്പിച്ചവരെ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ എല്ലാത്തിനെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കുന്നതാണ് പറയണത്. അമേരിക്കൻ പ്രസിഡന്റ് പറയണ അത് തന്നെത്താൻ കുറച്ച് നേരം കിടന്ന് കുറച്ച് ക്ഷീണിക്കുമ്പോൾ നിർത്തിക്കോളും, ഇപ്പൊ വേറൊന്നുമില്ല. ഇന്നലെ അവർ യുദ്ധം ചെയ്യാൻ ആസൂത്രണം ചെയ്തിരുന്നതാണ് അമേരിക്കയും ഇസ്രായേലും കൂടി. അതിപ്പോ തിങ്കളാഴ്ച രാവിലത്തേക്ക് മുമ്പ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് പൂർത്തിയാക്കണം എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ മാറ്റി വെച്ചിരിക്കുക അത്. കാരണം തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ ബാധിക്കരുതല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വളരെ അമേരിക്ക യുദ്ധം ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഇംപ്ലിക്കേഷൻസ്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് വരെ ആലോചിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ. അതെ, എന്തായാലും ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവണ്ടേ? ഞങ്ങൾ വെക്കുന്ന വെടിയുണ്ട അതുകൊണ്ട് പ്രയോജനം കളയാൻ പറ്റില്ല. ഹമാസിന് നേരെയാണെങ്കിലും വെടിയുണ്ട തന്നെയാണ്. പൈസ, കാശിന് അക്കൗണ്ടബിലിറ്റി ഉള്ളതാണല്ലോ. അപ്പൊ ഇത് ഈ ഹമസിന്റെ പണ്ട് തൊട്ടുള്ള ഒരു സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ അവര് തോറ്റ് അവരുടെ എന്താ പറയണ ഭാവി അനിശ്ചിതത്വത്തിലാവുമ്പോൾ അവർ യുദ്ധം നിർത്തിയതായിട്ട് പറയും. എന്നിട്ട് പോയി ആ വെടിനിർത്തൽ സ്പേസ് കിട്ടിയുള്ള സമയം കൊണ്ട് അവർ റിക്കവർ ചെയ്യും, എന്നിട്ട് ഇത്തവണ വ്യത്യാസമുണ്ട് സാർ. ആയുധം വെച്ച് കീഴടങ്ങാന്ന് പറയുന്നത്. ആയുധം വെച്ച് കീഴടങ്ങുന്ന അവർ പറയുമ്പോൾ തന്നെ അവർ എവിടെയോ മറ്റു ആയുധങ്ങൾ കുറെ അധികം സംഭരിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഇറാൻ എന്താ പറയുന്നത്? ഞങ്ങൾ ന്യൂക്ലിയർ ബോംബൊന്നും ഇല്ല ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലേ പറയണത്. അമേരിക്ക ആകാവുന്ന സ്ഥലമൊക്കെ തകർത്തു നോക്കി. ഇപ്പൊ മനസ്സിലാക്കിയിരിക്കണത് എന്താ, ഈ ഉപഗ്രഹ കണ്ണുകളെ ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ പറ്റില്ലല്ലോ. അവരത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അമേരിക്ക. വലിയ പാടാണെന്ന് പറയുന്നത്. എന്താ 1 കിലോമീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ ആഴത്തിലാണ് ഈ ലബോറട്ടറി ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവർ തകർക്കും അത്. ഇസ്രായേൽ ഉണ്ടല്ലോ കൂടെ. അമേരിക്കക്കാർക്ക് വലിയ ബോധമൊന്നുമില്ല പട്ടാളക്കാർക്ക്. ഇസ്രായേലി ബുദ്ധിയാണ് അവർ ഉപയോഗിക്കണം മുഴുവനെ. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഈ ഹമസിന്റെ ഒരു പാറ്റേൺ ആണിത്. യുദ്ധം തോറ്റ് തുന്നമ്പാട് ആറാവുമ്പോൾ അവര് പതുക്കെ യുദ്ധം നിർത്തും, എന്നിട്ട് സമാധാനം. ഞാൻ ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് ഞാൻ പിക്കാക്സിന്റെ കാര്യം വീട്ടിൽ നിന്ന് ഓർക്കുകയാണ്. കാരണം നമ്മൾ ഈ അവരുടെ ഈ ബുഷഹർ, ഇസ്ഫഹാൻ എന്നൊക്കെ പറയുന്ന ചില ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ പിക്കാക്സ് മലനിരകളെ കുറിച്ച് ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരും വിചാരിച്ചില്ല ആയുധങ്ങളും ഈ ട്രംപാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടുപിടിച്ചു, പിക്കാക്സിനാണ് നിന്റെ സാധനം ഉള്ളത്, ഞാൻ പിക്കാക്സ് എടുക്കാൻ പോവാണ് അത് പൊളിക്കാൻ. അത് ഇവര് ഇസ്രായേലി രഹസ്യ സാറ്റലൈറ്റ്സ് ഉണ്ടല്ലോ, ചാരക്കണ്ണുകൾ ഉണ്ടല്ലോ, അവര് പിക്കപ്പ് ചെയ്ത് കൊടുത്തായിരിക്കും. അവരാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കണം. ഈ സാറ്റലൈറ്റ്സ് വെച്ചിട്ട് റിക്കഗ്നൈസൻസും ഇതുപോലെയുള്ള വിവരങ്ങൾ, ഇന്റലിജൻസ് ഗ്യാതറിങ്. പ്രഭാകരനില്ലേ, LTTയുടെ പ്രഭാകരന്റെ ലൊക്കേഷൻ എക്സാക്റ്റ് ആയിട്ട് ശ്രീലങ്കൻ ഗവൺമെന്റിന് കിട്ടണം എവിടെ നിന്നാണ്.
CIA എവിടെ നിന്നായിട്ടാണ് ഇസ്രായേലി മൊസാദിന് ഒരു പ്രശ്നം നടന്നു ഓർക്കണ്ടോ സുനിൽ? തമിഴ്നാട്ടിൽ ഒരു തന്നെ ഒരു എന്തോ ഒരു കൃഷ്ണകുമാർ എന്തോ ഒരു സുബ്രഹ്മണ്യം കുമാർ എന്നിട്ട് ഒരു തന്നെ ആത്മഹത്യ ചെയ്തു. അവൻ ശ്രീലങ്ക പട്ടാളം LTTനെ വളഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ് തമിഴ് ജനങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയാണ്, ഞാൻ അതിൽ പ്രതിഷേധിച്ച് ആത്മാഹുതി ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് അയാൾ ആത്മാഹുതി ചെയ്തു. അയാളുടെ ശവസംസ്കാര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വൈക്കോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കോന്റെ ഫോണിൽ ഒരു ഫോൺ കോൾ വരുന്നു. വൈക്കോയ്ക്ക് എടുത്തിട്ടുണ്ട്, തമ്പി പ്രഭാകരൻ പേശരുത് എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, തമ്പി പ്രഭാകരനാണ് എന്നെ വിളിച്ചത്, ഈ കുട്ടിയുടെ വീട്ടുകാരോട് അതിൻ്റെ അനുശോചനം അറിയിക്കണം, ഞാൻ വളരെ ഷോക്ക്ഡാണ്, അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും LTT ചെയ്തു കൊടുക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് തമ്പി ജാഫിനെ എന്ന് വിളിച്ചതാണ്. ഈ ടെലിഫോൺ കോള് മറ്റേ ഇസ്രായേലി സാറ്റലൈറ്റ് പിക്കപ്പ് ചെയ്തു. ഇസ്രായേലി സാറ്റലൈറ്റ് പിക്കപ്പ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അവർ CIA അറിയിച്ചു. എനിക്ക് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി എന്താണ് പറയുക, മിനിറ്റുകൾക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുമാർ പ്രഭാകരൻ ഈസ് ഫിനിഷ്ഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാർ, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഈ ഫോൺ കോൾ എന്താ വന്നു വൈക്കോയ്ക്ക്, അതോടുകൂടി പ്രഭാകരന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് LTTക്ക് മനസ്സിലായി. അവർ CIA വിവരം കൊടുത്തിട്ടുണ്ട്, CIA ശ്രീലങ്കയ്ക്ക് വിവരം കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര ദിവസമാണ് ചോദിക്കുക? അതെൻ്റെ അടുത്ത് ചോദിക്കരുത്, അത് ജസ്റ്റ് ഫോർ ദ ശ്രീലങ്കൻ ആർമി ടു ഡിസൈഡ്. അവര് ഇപ്പൊ പുലിയാണല്ലോ ശ്രീലങ്ക, തമിഴ് പുലിയല്ലേ, അവനിപ്പോ തമിഴ് എലിയാക്കി പുറത്ത് ചാടിക്കും എന്ന് പറഞ്ഞു. വിത്തിൻ വീക്സ് ദിസ് ഫെലോ വാസ് ഷോട്ട് ഡെഡ്. അയാളെ കൊന്നു. ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പ്രഭാകരൻ ചത്തിട്ടൊന്നുമില്ല, ജീവിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത് നമ്മുടെ ആദര ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞ ആള് ചത്തു. അപ്പൊ ഇപ്പൊ പ്രഭാകരൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നത് നെടുമാരനാണ്. നെടുമാരൻ 93 വയസ്സോ 94 വയസ്സോ. ഈ സിനായിൽ അയക്ക് ബോധമില്ല. പണ്ട് നമ്മുടെ സിനിമാ നടൻ ജയൻ മരിച്ചു കഴിഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു ജയൻ മരിച്ചിട്ടില്ല, അവിടെ ഒളിച്ചിരിക്കുകയാണ്, പ്രേം നസീറിനെ ഒളിച്ചിരിക്കുകയാണ്, പേടിച്ചിട്ട് ഒളിച്ചിരിക്കുക. ഏതാണ്ട് അതേപോലെയാണ് അവരുടെ തമിഴന്മാരുടെ ജയനാണ് ഈ പ്രഭാകരൻ. അപ്പൊ ഇതേപോലെ അല്ല ഈ ഹമസിന്റെ പ്രശ്നം. അവർക്ക് അവരുടെ നേതാക്കന്മാരെ കാണുകയാണ്. അതിൽ ഒന്ന് ആദ്യത്തെ നേതാവുണ്ടല്ലോ യാസിൻ, അഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ ഒരു തന്നെ. ഹി വാസ് എ ക്വാഡ്രിപ്ലജിക്. ഈ വീൽ ചെയറിലിരുത്തി ഉന്തിക്കൊണ്ട് പോകണം. അയാളുടെ എന്താ ഒരു സാധനം ഉണ്ടല്ലോ, സുനുഷ നാടി എന്തോ ഒരു തളർന്നു പോയി ആക്സിഡന്റിൽ. അത് തളർന്നു പോയി. അത് കാരണം അയാളെ ഇങ്ങനെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോണ അയാളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലി രാജ്യത്തിനെതിരെ അറ്റാക്കിന് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അസാസിനേഷൻ, സൂയിസൈഡ് ബോംബറുകൾ ഒക്കെ അയച്ചതായാണ്. അയാൾ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. അവസാനം ഇസ്രായേലിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. കിട്ടിയ പാടെ ഒരു മിസൈൽ അയച്ച് ഇയാളുടെ കാറിന്, ആ കാറ് പൊളിഞ്ഞ് ഇയാളുടെ പൊടി പോലും കിട്ടിയില്ല. സുനിലിന് ഓർമ്മയില്ലേ 2004 സംഭവം നടക്കണേ. 2004 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മാർക്സിസ്റ്റ് സഖാക്കളും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഈ യാസിന്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടാണ് വോട്ട് പിടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് യാസിനെതിരായിട്ട് അല്ലെങ്കിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ പോകുന്നുള്ള വാർത്ത കൊടുക്കൂല. വേണ്ടി വന്ന ഇസ്രായേൽ ആയുധം വെച്ച് കീഴടക്കാൻ കൊടുക്കുമായിരുന്നു. ഹമാസിന് മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങുന്നു, പക്ഷെ ആയുധം മുഴുവൻ ഹമാസ് ഇസ്രായേലിന് കൊടുക്കും. അങ്ങനെ കൊടുക്കാം. അഹമ്മദ് യാസിന് മിസൈൽ അറ്റാക്കിൽ കൊന്നു കഴിഞ്ഞപ്പോ അടുത്ത ആളെ അവരുടെ ഷൂര കൗൺസിൽ, ഹമാസ് ഷൂര കൗൺസിലിന്റെ ചെയർമാനായിട്ട് അടുത്ത ആളെ വെച്ച് 1 മാസം കഴിഞ്ഞ് വരുമ്പോ അയാളെയും കൊന്ന്. അതങ്ങനെയാണ്. അടുത്ത അയാളെയും കൊന്നു. 3 പേരേറ്റ കൊന്നു. 3 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഹമാസ് ഒരു ധീര പ്രഖ്യാപനം നടത്തി, ഇനി മുതൽ ഞങ്ങളുടെ മേധാവിയുടെ പേര് ഞങ്ങൾ പുറത്തു വിടും, ഇനി മുതൽ ഞങ്ങൾ മേധാവി ഇല്ല. ഏതായാലും ഇതുമില്ലാതെ ഇവിടെ നമ്മുടെ ഈ എറണാകുളം ആലുവ റൂട്ടിൽ ഒരു ബസ് ഓടുന്നുണ്ട്, അതിൽ ഹമാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് ഇതുപോലെ യാസർ അറാഫത്ത് ബസ് ഉണ്ടായിരുന്നില്ലേ? പെരുമ്പാവൂർ പണ്ട് സദാം ഹുസൈൻ റോഡ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പഴില്ലേ? ഇപ്പൊ ഇല്ല, അത് പൊളിച്ച്. സദാം ഹുസൈനൊക്കെ ഒന്നോടുകൂടി ആ റോഡ് പൊളിച്ച്. ഞാൻ ഓർക്കുന്നുണ്ട് ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഒരു ചാനലില്. അപ്പൊ അവര് പറയണ്ടോ, അയ്യോ
സദാം ഹുസൈൻ ഒരു വലിയ പണ്ഡിതരല്ലേ എന്നാണ് പറയുന്നത്. ഉം. അയാൾ സ്കൂളിൽ പോയിട്ടില്ല, ഈ ദിവസം കാട്ടറബി. ഇവർക്ക് ഇന്നലെ പത്രം വായിച്ച് ആൾക്കാർ പക്ഷെ ചാനൽ പത്രം വായിച്ച് ഇന്ത്യക്കാർക്കിടയിൽ സദ്ദാം ഹുസൈൻ ഒരു വീരനാണെന്നൊരു അതെ തോന്നൽ അതെ, നിരക്ഷര കക്ഷികളായിട്ടിരുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക, ലിറ്ററസിയിൽ നിന്ന് ഇല്ലിറ്ററസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ആൾക്കാർ. ഉം. എന്താ ഈ കാണുന്ന മുഴുവൻ ഇതല്ലേ, എന്തെന്നതിന്റെ പേര്, മറ്റേ ഒരുത്തനുണ്ടല്ലോ വെരികനെ പോലെ ഓടി നടക്കണ, മറ്റേ സർജിക്കൽ സ്ട്രൈക്ക് എടുത്തുന്ന ചങ്ങാതി ഉണ്ടല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ. ഇതുപോലുള്ള കഥാപാത്രങ്ങളല്ലേ നമ്മുടെ ചാനലിൽ നിന്ന് വാർത്ത അതെ, അതെ. വെട്ടി അടിച്ച് തകർക്കുകയല്ലേ ഇട്ടിട്ട്. ഏതായാലും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് നിങ്ങളെ അറിയിക്കും. സുനിൽ, ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഹമാസിനെതിരായിട്ട് പറയുന്നത് വരെ ശശി തരൂർ ആയിരുന്നു ഓട്ടോമാറ്റിക് ചോയ്സ് മുസ്ലിം അതെ, അതെ. കേരള മുഖ്യമന്ത്രിയായിട്ട്. ആ ഹമാസിനെ എതിർത്ത് ഹമാസ് സംസാരിച്ച തീവ്രവാദികളാണെന്ന് പറഞ്ഞതുകൂടി തീർന്നു. അപ്പൊ പിന്നെ ചാനലുകാർ പേടിക്കാതിരിക്കുവോ? അതെ അതെ. ഏതായാലും മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയും കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. കുമാർ ചെല്ലപ്പൻ സാർ വന്നു, അരങ്ങ് ഉണർന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.